ഒരു വയസ്സ് വരെ നന്നായി ഉരുണ്ടിരുന്ന കുട്ടിയാണ് ഇപ്പോൾ കണ്ടില്ലേ മെലിഞ്ഞ് എല്ലും തോലുമായിരിക്കുന്നു. നിങ്ങളുടെ കുട്ടിയെക്കുറിച്ചും ഈ കമൻറ്റ് കേട്ടിട്ടുണ്ടോ? കുട്ടിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അതോ അത് അവരുടെ നോർമൽ ഫിസിയോളജിയുടെ ഭാഗമാണോ, സ്വാഭാവിക വളർച്ചയുടെ ഭാഗമാണോ? നമുക്ക് നോക്കാം. കുട്ടികൾക്ക് ആദ്യത്തെ ഒരു വർഷത്തിൽ ഉള്ള ഭക്ഷണത്തോടുള്ള ഇൻട്രസ്റ്റ് പതിയെ കുറഞ്ഞു വരുന്നു. ഇതിന് കാരണം അവരുടെ ബോഡിയുടെ ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക് ഒരു വയസ്സിന് ശേഷം കുത്തനെ കുറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ബോഡിയുടെ കാലറി റിക്വയർമെൻറ്റ് കുറവാണ്. സ്വാഭാവികമായും കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന അളവും കുറയും. കുട്ടികളുടെ ബോഡി ഫാറ്റ് അല്ലെങ്കിൽ BMI ജനനശേഷം ആദ്യത്തെ ഒരു വയസ്സിൽ ഉയർന്നു വരികയും അതിൻ്റെ പീക്ക് പോയിൻ്റ് ഏതാണ്ട് ഒരു വയസ്സിനടുപ്പിച്ചാണ് പീക്ക് പോയിന്റിലെത്തുക. അതിനുശേഷം 2 തൊട്ട് 5 വയസ്സ് വരെ അത് ക്രമത്തിൽ കുറഞ്ഞു വരുന്നു. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും ലോവസ്റ്റ് BMI കാണപ്പെടുക 5 തൊട്ട് 7 വയസ്സ് വരെയാണ്. 7 തൊട്ട് 10 വയസ്സ് വരെ BMI പിന്നെയും ഉയരും, അവർ ഫാറ്റ് ഗെയിൻ ചെയ്യും. ഇതിനെയാണ് നമ്മൾ അഡിപ്പോസിറ്റി റീബൗണ്ട് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ 5 തൊട്ട് 10 വർഷം വരെയുള്ള പ്രായത്തിൽ കുട്ടികളുടെ ശരീരം മെലിഞ്ഞിരിക്കുക എന്നുള്ളത് നോർമൽ മെറ്റബോളിസത്തിൻ്റെ ലക്ഷണമാണ്. ഒരു പാരൻ്റ് എന്ന നിലക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നിങ്ങൾ പീഡിയാട്രിഷ്യനെ കണ്ട് കുട്ടിക്ക് പ്രായത്തിനനുസരിച്ചുള്ള ഗ്രോത്ത് സെൻറ്റൈൽസ്, ഹൈറ്റ്, വെയ്റ്റ് എന്നിവ ഉണ്ട് എന്നുള്ള കാര്യം ഗ്രോത്ത് ചാർട്ട് വെച്ച് പരിശോധിക്കേണ്ടതാണ്. രണ്ടാമത്തേത്, കുട്ടി കഴിക്കുന്നത് സമീകൃതമായ ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ്, എല്ലാത്തരം ന്യൂട്രീഷനും കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ആവശ്യത്തിന് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻ, ഫാറ്റ് ഇതെല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. മൂന്നാമതായി, കുട്ടി ഫിസിക്കലി ആക്റ്റീവാണ്, കഠിനമായ ക്ഷീണം, കോൺസെൻട്രേഷൻ കുറവ്, ഇടയ്ക്കിടയ്ക്കുള്ള അസുഖങ്ങൾ തുടങ്ങിയവ ഇല്ല എന്നുള്ള കാര്യം കൂടി നോക്കണം. ഓർക്കുക, കുട്ടികൾ മെലിഞ്ഞിരിക്കുന്നത് രോഗത്തിൻ്റെ ഭാഗമായിരിക്കില്ല, സ്വാഭാവിക വളർച്ചയുടെ ലക്ഷണമാവാം. ഇനി അടുത്ത തവണ നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് മെലിഞ്ഞിരിക്കുന്നു എന്നുള്ള കമൻറ്റ് കേൾക്കുമ്പോൾ ധൈര്യപൂർവ്വം അവഗണിക്കാം. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാം. കൂടുതൽ എവിഡൻസ് ബേസ്ഡ് ആയ ചൈൽഡ് ഹെൽത്ത് ടിപ്സിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യാം.